കഴിഞ്ഞ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലുടനീളം യുഗ പ്രഭാവനെന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് മഹാവിപ്ലവകാരികളുടെ ചരമവാർഷിക ദിനാചരണങ്ങൾ സംഘടിപ്പിച്ച് വരികയായിരുന്നു. 19-ാം തീയതി രാവിലെ EMSന്റെ ഏറ്റവും ശ്രദ്ധേയമായ സ്മാരക രൂപത്തിൽ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോഴ് AKG സ്റ്റാച്യുവിൽ പുഷ്പാർച്ചനയും തുടർന്നിവിടെ AKGയുടെ ജന്മനാട്ടിൽ അനുസ്മരണ സമ്മേളനവും പ്രത്യേകമായി നടക്കുകയാണ്. വിവിധ പരിപാടികളൂടെയാണ് AKG ദിനാചരണ പരിപാടികൾ ഇവിടെയും കേരളത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ മേഖലകളിലും സംഘടിപ്പിച്ചത്. സഖാവ് AKG സ്വന്തം സമൂഹത്തിൻ്റെ പശ്ചാത്തല ഘടനയെ മാറ്റിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരികളിൽ ഒരാളാണ്. മാവിലായിയും പെരളശ്ശേരിയും കണ്ണൂരും കേരളവും ഇന്ത്യ തന്നെയും ലോകത്തിന് നൽകിയ മഹാരഥന്മാരായ രണ്ട് പാർട്ടി നേതാക്കളാണ് സഖാവ് EMSഉം AKG. 27 വർഷം മുമ്പാണ് സഖാവ് EMS നമ്മെ വിട്ടുപിരിഞ്ഞത്. 47 വർഷമായി സഖാവ് AKG നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. സ്വാഗതപ്രാസംഗികനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സങ്കീർണത മുറ്റിനിൽക്കുന്ന ഓരോ രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാർക്സിസ്റ്റും എല്ലാ ദിവസവും എന്ന പോലെ പ്രത്യേക ദിനാചരണ പരിപാടിയുടെ ഭാഗമല്ലാതെ AKGയെയും EMSനെയും ഓർക്കാറുണ്ട്. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കാൻ AKGക്കുള്ള കഴിവ് ഇന്ത്യയിലെ മറ്റ് കമ്മ്യൂണിസ്റ്റുകാർക്കാർക്കും പകർത്താൻ സാധിക്കുന്ന ഒന്നായിട്ട് അല്ലായിരുന്നു. സഖാവ് AKGയുടെ ജീവിതം പൂർണ്ണമായ അർത്ഥത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന ആദ്യഘട്ടം ഒഴിച്ച് ബാക്കി പൂർണ്ണമായിട്ടും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ മാർക്സൻ ലെനിനിസത്തിൻ്റെ ജീവശ്വാസം പോലെ അംഗീകരിച്ച് ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് AKG പ്രവർത്തിച്ചു വന്നത്. AKGയുടെ സ്മരണ നമ്മൾ ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് പുതുക്കുമ്പോൾ ഈ കേരളത്തെ എങ്ങനെയാണ് ആധുനിക കേരളമാക്കി മാറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ചരിത്രവും AKGയുടെയും EMSൻ്റെയും ചരിത്രവും ഇടകലർന്ന് നിൽക്കുകയാണ്. കോൺഗ്രസും കോൺഗ്രസ് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായി മാറിയവരാണ് രണ്ടുപേരും.
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന 1934 അഖിലേന്ത്യാ തലത്തിൽ തന്നെ EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് വന്നത്. AKG അതോടൊപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും സമുന്നത നേതൃത്വത്തിൽ വരികയുണ്ടായി. 1932 നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്ന സന്ദർഭത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന രീതിയിൽ സഖാവ് AKG പ്രവർത്തിക്കുകയായിരുന്നു. AKGയുടെ ഊർജ്ജസ്വലമായ സംഘടനാ മികവ്, പ്രത്യേകത അവിടെയുള്ള സവർണ മേധാവികൾക്ക് വലിയ രീതിയിലുള്ള കണ്ണിലെ കരടായിട്ട് മാറിയപ്പോഴാണ് സഖാവ് AKGയെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയപ്പെടുത്തിയത്. ആ മർദ്ദനമെല്ലാം ഏറ്റുവാങ്ങിയതിന് ശേഷവും കേരളത്തിലുടനീളം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസക്തിയും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രചരണങ്ങളും സംഘടിപ്പിക്കാൻ വിശ്രമമില്ലാതെ സഖാവ് AKG പ്രവർത്തിക്കുകയും അങ്ങനെയുള്ളൊരവസരത്തിലാണ് പയ്യന്നൂരിനടുത്ത കണ്ടോത്ത് അവിടെ ഐത്താചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു, ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് സഖാവ് AKGയും കേരളീയരും കണ്ടോത്തേക്ക് പോവുകയാണ്. കണ്ടോത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കടന്നാക്രമം, വലിയ ഒലക്ക പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവരടിച്ചത് എന്നാണ് പറഞ്ഞത്. രണ്ടാർക്കും ബോധവുമില്ല. ഏതാണ്ട് മരണാവസ്ഥയിലെത്തി എന്ന് തോന്നിയപ്പോഴാണ് മർദ്ദനം അവസാനിച്ചത്. ബോധം നഷ്ടപ്പെട്ട സഖാവ് AKGയെ പിന്നീട് മരണമൊഴി എടുക്കുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി. കടുത്ത രീതിയിലുള്ള കടന്നാക്രമമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ന് കണ്ടോത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. കണ്ടോത്തെ മർദ്ദനത്തിന് ശേഷം വകതിരിവോടെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് മുന്നേറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കായ അന്നത്തെ മർദ്ദക വീരന്മാർ പിന്നീട് പയ്യന്നൂരിലെത്തിയ സഖാവ് AKGയെ ആ ശരീരമൊന്ന് തൊടാൻ, വൈകാരികമായിട്ട് ഒരു പരസ്പരപൂരകമായ ബന്ധം സൃഷ്ടിക്കാൻ അവർ നടത്തിയ ശ്രമം സഖാവ് AKG തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തെറ്റായ നിലപാടിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ AKGയെ മർദ്ദിച്ചു. ശരിയായ ദിശാബോധത്തോടുകൂടി തിരിച്ചറിഞ്ഞപ്പോഴവർ AKGയെ അങ്ങേയറ്റം സ്നേഹിച്ചു. ഈ രണ്ടും കണ്ടോത്ത് കണ്ടതാണ് എന്ന് സഖാവ് AKG എഴുതി. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പിന്നീടാണ് 1932 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശേഷമാണ് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം കിട്ടിയത്. ഇപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 32 നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിശക്തനായ കരുത്തനായ പടയാളിയായിട്ടാണ് സഖാവ് AKGയെ അറിയുക. എവിടെ കടന്നാക്രമണങ്ങളുണ്ടോ, പാവപ്പെട്ട മനുഷ്യരെ എവിടെയാണോ ഭരണവർഗം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിശക്തമായ കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തുന്നത്, അവിടെയെല്ലാം ഓടിയെത്തി അവർക്ക് ആശ്വാസം നൽകാൻ, അവരെ സ്വയം സംഘടിച്ച് പൊരുതാനുള്ള പോരാട്ട വീര്യം നൽകാൻ സഖാവ് AKGക്കുള്ള കഴിവ്
സാധാരണയിൽ പറഞ്ഞൊപ്പിക്കാനാവുന്ന ഒന്നല്ല. ഞങ്ങൾക്കെല്ലാം നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും 1975 ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാലം. സാധാരണ രീതിയിലുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ശീലിച്ചു വന്ന ആ തലമുറക്ക് കഠിനമായ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി 1975 ജൂൺ 26 അതിന് ശേഷമുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് മുൻകാല അനുഭവങ്ങളൊന്നും ഇല്ലാത്ത പുതിയ തലമുറ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഓരോന്നിനെയും ചെറുക്കേണ്ടത് എന്നതിന് കൃത്യമായ പാഠപുസ്തകം പോലെ സഖാവ് AKG കണ്ണൂർ പാർട്ടിയെ സെൻട്രൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച്, അന്ന് അസുഖമാണ്, അടിയന്തരാവസ്ഥയുടെ ഭീകര നാടുകളിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ഗുണ്ട കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കാൻ ഒരു യോദ്ധാവിനെ പോലെ ചാടിയിറങ്ങുന്ന സഖാവ് AKGയെ ഇന്നും ഞങ്ങൾക്കെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല, മായ്ക്കാനാവുന്നതല്ല. AKGയും സഖാവ് സുശീലയടത്തിയും ഒപ്പം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുമ്പോൾ ഞങ്ങളെല്ലാം അന്ന് KSYFൻ്റെ പ്രവർത്തകരെന്ന രീതിയിൽ AKG താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹാളിലൊക്കെയാണ് ഞങ്ങളും താമസിച്ചുകൊണ്ടിരുന്നത്. അടിയന്തരാവസ്ഥ വന്നു. വളരെ വേഗം തന്നെ ഞങ്ങളെല്ലാം, ഞാനും സഖാവ് VP ജയരാജൻ ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളെല്ലാം സുകുമാരൻ രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കുടിയാമലയിലെത്തിയപ്പോൾ അവിടെ പോലീസ് ആക്രമിച്ച് ഞങ്ങളെല്ലാം മർദ്ദിക്കുകയും ഞങ്ങളെ പോലീസ് കേസിൽപ്പെടുത്തി കൽത്തുറുങ്കിലടക്കുകയും ചെയ്തു. ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങളൊക്കെ വളരെ പയ്യന്മാരായിട്ട് നിൽക്കുന്ന സമയം, KSYFൻ്റെ ആദ്യ പ്രവർത്തകരെന്ന നിലയിൽ രംഗത്ത് വന്ന സമയം. സഖാവ് ജയരാജനും KN ജോസഫ് ഉൾപ്പെടെയുള്ള അന്നത്തെ 3-4 പ്രവർത്തകരും, പിന്നെ തലശ്ശേരി സബ് ജയിലിലെത്തിയപ്പോൾ അവിടെ KN പരിയാരം ഉൾപ്പെടെയുള്ള സഖാക്കളൊക്കെ അവിടെ ജയിലിൽ തന്നെ മുമ്പ് തന്നെ പോയവരുണ്ട്. അത് കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് ഞാൻ ബാക്കിയെല്ലാവരും 2 മാസം ശിക്ഷ അനുഭവിച്ച് കുറ്റം സമ്മതിച്ച് ജയിൽ മോചിതരായി. ഞാനന്ന് അധ്യാപകൻ എന്ന നിലയിൽ ചേർന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചു കേസ് നടത്താൻ. അങ്ങനെ കേസ് നടത്തിയപ്പോൾ കേസ് അവസാനിക്കുന്നതുവരെ ജയിലിൽ കിടക്കേണ്ടി വന്നു, ഒരു 4 മാസക്കാലം. ആ 4 മാസത്തെ അനുഭവമെന്ന് പറയുന്നത് എന്തിനേയും നേരിടാനുള്ളൊരു മാനസിക കരുത്ത് അടിയന്തരാവസ്ഥ സ്വയം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല എന്നൊരു മാനസികാവസ്ഥയിലാണ് അവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ താമസിക്കുന്നത്. ഞങ്ങളെല്ലാം താമസിക്കുകയാണ്. രാവിലെ സഖാവ് AKGയാണ് എഴുന്നേറ്റ് വരുന്നത്. ഞങ്ങൾ മൂടി പുതച്ച് കിടക്കുമ്പോൾ എല്ലാവരെയും വന്ന് വിളിക്കും, ഓരോരുത്തരുടെയും അടുത്ത് വന്ന് വിളിക്കും, എഴുന്നേൽക്കുക. അങ്ങനെ എഴുന്നേൽപ്പിച്ച് ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സഖാവ് AKG ഞങ്ങളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും. നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തരും. ഒരു ഗുരുനാഥനെ പോലെ, ഒരു രക്ഷിതാവിനെ പോലെ ഞങ്ങളെല്ലാം KSYFൻ്റെ പ്രവർത്തകരായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, നിർദ്ദേശം എല്ലാം തന്നെ സഖാവ് AKGയുടെ ഇന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു കാര്യം. കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കടന്നാക്രമണം നടന്ന കാലം, നമ്മുടെ നിരവധി ഓഫീസുകൾ, നമ്മുടെ നിരവധി പ്രവർത്തകർ
നമ്മുടെ നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ എല്ലാം ആക്രമിക്കപ്പെട്ട, ചുട്ടുകരിക്കപ്പെട്ട കാലം. ഈ ഓരോ സംഭവം വരുമ്പോഴും ആ സംഭവത്തോട് സഖാവ് AKG പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടി ഇറങ്ങുകയാണ് അവിടത്തേക്ക് പോകാൻ. പലപ്പോഴും സഖാവ് സുശീലയടത്തി അതിനെ തടയും. അസുഖമാണ്, ആര് തടഞ്ഞാലും അതിനൊന്നും വകവെക്കാതെ അവിടെയുള്ള പോലീസുകാരോട് കയർത്ത് പോലീസുകാരെടുക്കുന്ന തെറ്റായ നിലപാടിനെ അതിശക്തിയായിട്ട് എതിർത്ത് സഖാവ് AKG നടത്തി ദൃഢനിശ്ചയത്തോടുകൂടി ആത്മധൈര്യം പകർന്ന് ഈ കണ്ണൂരിലെ പാർട്ടിയെ കൈകാര്യം ചെയ്ത രീതി ഞങ്ങൾക്കെല്ലാം ആവേശം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സഖാവ് AKG 1932 കഴിഞ്ഞ് 34 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ആദ്യ സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റായി. ഇപ്പോൾ കോൺഗ്രസും കോൺഗ്രസ് സോഷ്യലിസ്റ്റുമായി. പിന്നീട് 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് ഘാട്ടെ കൂടി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോടങ്ങാടിയിലെ ഒരു പച്ചക്കറി പീടിയുടെ മേലെ 4 പേരടങ്ങുന്നൊരു കമ്മ്യൂണിസ്റ്റ് സെല്ല് രൂപീകരിച്ചു. കൃഷ്ണപിള്ളയും EMS-ഉം K. ദാമോദരനും NC ശേഖറും. ആ 4 സഖാക്കളും ഘാട്ടയും കൂടി പങ്കെടുത്ത സെല്ലാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം. കീഴ്മേൽ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ പാർട്ടി സംവിധാനം അതാണെന്നാണ് EMS പറഞ്ഞത്. അതിൽ നിന്നാണ് പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളായ AKG ഉൾപ്പെടെയുള്ളവരെ മാർക്സ്യത്തെ അടിസ്ഥാനപ്പെടുത്തി, മാർക്സൻ ലെനിനിസം അടിസ്ഥാനപ്പെടുത്തി വർഗസമര സിദ്ധാന്തത്തിലേക്ക് നയിക്കാൻ നൂറുകണക്കിന് പഠന ക്ലാസുകൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ നടത്തി. അതിൻ്റെ ഒപ്പമാണ് സഖാവ് AKG രൂപപ്പെട്ട് വരുന്നത്. പട്ടിണിജാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് കാൽനടജാഥകളും പട്ടിണിജാഥകളും എങ്ങനെ സമരായുധമാക്കി മാറ്റാം എന്ന ഗാന്ധിയുടെ സമരരൂപത്തിൻ്റെ മുമ്പ് തന്നെ ജനകീയ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നേരത്തെ ജാഥകൾ സംഘടിപ്പിക്കുന്നതിൽ സഖാവ് AKG ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്കറിയാം. സഖാവ് AKG നടത്തിയിട്ടുള്ള ദീർഘമായ പോരാട്ടങ്ങൾ, സമരങ്ങൾ കേരളത്തെ പുതു കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ എന്ന നിലയിൽ നമുക്ക് AKGയെ കാണാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ 34 രൂപീകരിച്ച് അതിൻ്റെ സംഘടനാ പ്രവർത്തനം കേരളത്തിലുടനീളം ശക്തിപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഗസമര സിദ്ധാന്തം കോൺഗ്രസ്സുകാരായ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് 1939 അവസാനം പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഘടനാപരമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റിയൊന്നും വേണ്ടത്ര ധാരണ നേടുന്ന ഒരു സന്ദർഭമല്ല അത്. പ്രായോഗിക പ്രവർത്തനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് 39 അവസാനം പാറപ്പുറം സമ്മേളനം നടത്തി. പാറപ്പുറം സമ്മേളനം ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരുടെ സമ്മേളനമായിരുന്നു. ആ സമ്മേളനമാണ് പിരിയുമ്പോഴേക്ക് കേരള ഘടകമായി CPIയുടെ കേരള ഘടകമായിട്ട് മാറിയത്. ആ സമ്മേളനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സംസ്ഥാന ഘടകം രൂപപ്പെട്ടത്. അവിടെ സംസ്ഥാന കമ്മിറ്റിയെ രൂപം കൊടുത്തു.
ആ സംസ്ഥാന കമ്മിറ്റി പിന്നീട് പറശ്ശിനിക്കടവ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന ആന്തൂരിലെ പറശ്ശിനിക്കടവിൽ കോവൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പ്രത്യേക യോഗം ചേർന്നാണ് സഖാവ് കൃഷ്ണപിള്ളിയെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം മുതലാരംഭിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അധ്യായങ്ങൾ രചിച്ച കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ആയിരക്കണക്കിന് കേഡർമാരെയും ത്യാഗീവര്യരായ പോരാളികളെയും സൃഷ്ടിച്ചു. എവിടെയെവിടെ കടന്നാക്രമത്തിൻ്റെ രീതിയുണ്ടോ അവിടെയെല്ലാം പ്രതിരോധത്തിൻ്റെ കവചം തീർക്കാൻ സഖാവ് AKG ഉണ്ട്. അതായിരുന്നു AKGയുടെ രീതി. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സഖാവ് AKGയെ മുൻനിർത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സഖാവ് AKG കാസർഗോഡ് നിന്ന് മത്സരിക്കുകയാണ്. മത്സരിച്ച് ജയിച്ചപ്പോൾ അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായി സഖാവ് AKG വന്നു. മഹാരഥന്മാരായ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം. AKGയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുമായി ബന്ധപ്പെട്ട എത്രയോ കുറിപ്പുകളുണ്ട്. എവിടെയായാലും എന്ത് തിരക്കായാലും പാർലമെൻറ്റിൽ AKG പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒഴിവാവാതെ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇംഗ്ലീഷിലുള്ള ചാരുതയല്ല, ഭാഷാപരമായ കഴിവല്ല ജനങ്ങളുടെ പ്രശ്നം ഈ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ് AKG എന്ന് പറഞ്ഞുകൊണ്ടാണ് AKGയുടെ പ്രസംഗം ശ്രദ്ധിക്കുന്നത്. ജനങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം 50കളുടെ ആദ്യം മൗലികാവകാശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് മദ്രാസ് കോടതിയിലുണ്ടായിരുന്ന കേസ് ഇന്നും നിയമവിദ്യാർത്ഥികൾ ഗൗരവപൂർവം പഠിക്കുകയും പരീക്ഷയിൽ കൃത്യമായിട്ട് തയ്യാറാക്കേണ്ടുന്ന അധ്യായത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്ത ഒരു കേസാണ് AK ഗോപാലനും മദ്രാസ് സംസ്ഥാനവും തമ്മിൽ നടന്ന കേസ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ കാരണം മൗലികാവകാശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഭരണഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ചെറുത്തുനിൽപ്പ് രീതിയിലുള്ള ജനകീയ രീതിയിലുള്ള ചികിത്സാ സംവിധാനം. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇനി എന്തിനാണ് ഗവൺമെൻറ് ഡോക്ടർ എന്ന് ചോദിച്ച് ഗവൺമെൻറ് ഡോക്ടർമാരെയും ഗവൺമെൻറ് ആശുപത്രിയെയും എല്ലാം ഒഴിവാക്കി. കേരളത്തിൻ്റെ ബദൽ എന്ന രീതിയിൽ അവരെല്ലാം ശക്തിയായിട്ട് നിലനിർത്തി. കോവിഡ് മഹാമാരി ലോകവ്യാപകമായിട്ട് അതിർത്തികളില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് ആശ്രയ കേന്ദ്രമില്ലായിരുന്നു. കാരണം അവരോട് പറഞ്ഞത് നിങ്ങൾ ഇൻഷുറൻസിൽ ചേർന്നാൽ മതി, ആജീവനാന്ത ചികിത്സ സൗജന്യം, ആദ്യം പ്രീമിയം അടക്കുക, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാം ചികിത്സ സൗജന്യം. ഇൻഷുറൻസ് കമ്പനികൾ സഖാക്കളെ, ഈ മഹാമാരി വന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം പിടിപെട്ടപ്പോൾ ഏത് ആശുപത്രി, ഏത് സംവിധാനം, ആര് നോക്കാൻ? ലക്ഷക്കണക്കിന് മനുഷ്യർ, ഏറ്റവും കൂടുതൽ മനുഷ്യർ അവരുടെ ജീവിതം സമർപ്പിക്കേണ്ടി വന്നത് അമേരിക്കയിലാണ്. ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു സംവിധാനവും അവിടെ ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ടില്ല. എല്ലാം സ്വകാര്യവൽക്കരിച്ചു. ഗവൺമെൻറ് ഡോക്ടറില്ല, ഗവൺമെൻറ് സംവിധാനമില്ല, ഒന്നുമില്ല.
ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോൾ എവിടെ വെന്റിലേറ്റർ, എവിടെ ആശുപത്രി സൗകര്യം? ഒന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞവരാണ് മരിച്ചവരിൽ വലിയൊരു വിഭാഗം, ലക്ഷക്കണക്കിന് ആളുകൾ. അതിൻ്റെ അർത്ഥം അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സയുണ്ടായില്ല എന്നതാണ്. ഇവിടെ ഈ കേരളത്തിൽ 104 വയസ്സുള്ളവർ കോവിഡ് വന്നിട്ട് രക്ഷപ്പെട്ടു. അമേരിക്കയിൽ 60 വയസ്സ് കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു. അതിൻ്റെ സർവേ എല്ലാം വന്നിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ജനകീയ ആരോഗ്യ പ്രസ്ഥാനമില്ല. കേരളത്തെ വിസ്മയത്തോട് കണ്ടിട്ട് പറഞ്ഞു, ഈ കേരളം വിസ്മയിപ്പിക്കുന്നു. സൗജന്യ ചികിത്സ, ഫലപ്രദമായ ചികിത്സ. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള മലയാളികൾ അവിടുന്ന് എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു. അവരെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിച്ചു ഭേദമാക്കി. വളരെ ഫലപ്രദമായ ഒരു ബദലായിരുന്നു അത്. ആ ബദൽ ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. വിദ്യാഭ്യാസം ഏതറ്റം വരെയും പഠിക്കാനുള്ള സൗകര്യം ഈ കേരളത്തിലുണ്ട്. അതും ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള നാട് ലോകത്ത് കേരളമാണ്. ബൈജിങ്ങോ അതുപോലെ തന്നെ കാലിഫോർണിയയോ അല്ല, കേരളമാണ്. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന മനുഷ്യന്, പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള OEC OBC ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളികൾ, കൃഷിക്കാരുൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന് ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കിയതാണ് കേരള മോഡൽ. ഈ കേരള മോഡൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? 1930കളുടെ ആദ്യം അല്ലെങ്കിൽ ഒരു പകുതിയോടുകൂടി രൂപപ്പെട്ടു വന്ന കർഷക പ്രസ്ഥാനം, പിന്നീട് രൂപപ്പെട്ട കർഷക തൊഴിലാളി പ്രസ്ഥാനം, അതിൻ്റെ എല്ലാം നേതൃത്വ ശക്തിയായിട്ട് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മണ്ണിലധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ VMS വിശകലനം ചെയ്തതുപോലെ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ, അതിൻ്റെ മേലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം മാത്രമല്ല നടത്തിയത്, ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായ ജന്മിത്വം അവസാനിപ്പിക്കുക, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവും കൂടി ഉൾച്ചേർത്തു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു. ഇങ്ങനെ ജനാധിപത്യ വിപ്ലവത്തിൻ്റെതായ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനുള്ള മുദ്രാവാക്യവും ഒപ്പം സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കുക എന്ന മുദ്രാവാക്യം ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യം മുതലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജാതി, ജന്മിനാടുവാഴി വ്യവസ്ഥ എന്ന് EMS വ്യാഖ്യാനിച്ച് വിശദീകരിച്ച ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട കുടിയാൻ്റെ, ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ, കുടികിടപ്പുകാരൻ്റെ, കർഷക തൊഴിലാളിയുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ എങ്ങനെയാവും എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ കിട്ടിയ അധികാരത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് 57ലെ VMS ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. 57ലെ VMS ഗവൺമെൻറ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നിട്ട് 6ാമത്തെ ദിവസം ഒരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസാണ് കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. ആ കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസിലൂടെ നിൽക്കാൻ ഒരിടം കിട്ടി. ഒരു പാവപ്പെട്ട മനുഷ്യനെയും ഇനി കുടിയിൽ നിന്ന് ഒഴിപ്പിക്കില്ല, ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കില്ല എന്നുറപ്പായി. തനിക്ക് തൻ്റെ ഇടമുണ്ടാവുന്നത് തൻ്റെ ഇടമുള്ളപ്പോഴാണ്. മലയാള ഭാഷ തന്നെ അങ്ങനെയാണ്, തൻ്റെ ഇടം എന്നൊക്കെ പറയുന്നു. അവിടെ മുതലേ തുടങ്ങി ഈ പുതിയ കേരളത്തിൻ്റെ ഒരു തുടക്കം. 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 59 ആകുമ്പോഴേക്ക് പോയി വിമോചന സമരം. നമ്മൾ കാർഷിക മേഖല ഇടപെട്ടു, നമ്മൾ വ്യാവസായിക മേഖല ഇടപെട്ടു, നമ്മൾ സാംസ്കാരിക മേഖല ഇടപെട്ടു, നമ്മൾ വിദ്യാഭ്യാസ മേഖല ഇടപെട്ടു, നമ്മൾ ആരോഗ്യ മേഖലയിൽ ഇടപെട്ടു. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബദൽ സംവിധാനത്തിൻ്റെ അടിത്തറ പാകി 1957 ഗവൺമെൻറ്. ആ ഗവൺമെൻറ് പിന്നീട് 1967 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വന്നത്. നമുക്ക് വോട്ടൊക്കെ ശതമാനമൊക്കെ വിമോചന സമരം കഴിഞ്ഞപ്പോൾ 4% വോട്ട് അധികം കിട്ടിയിട്ടും നമ്മൾ ജയിച്ചില്ല. കാരണം അവരെല്ലാം ചേർന്നു.
1967 നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ VMS ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ എങ്ങനെ അറുതി വരുത്തും. KPR പറയുന്നത് പോലെ വിച്ച് കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റി മുടക്കലും കല്ലും തോലും കെട്ടിവെക്കൽ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾ ജന്മിമാർ യശമാനന്മാർ അവർക്കെതിരായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനാവുക എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിരുന്നു 1969 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. 1969 ഒക്ടോബർ 14 ഗൗരിയമ്മ അവതരിപ്പിച്ച കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഏകകണ്ഠമായി കേരള നിയമസഭ പാസാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, ഭൂപ്രഭുത്വത്തിൻ്റെ ഒരു ഭാഗമായ ജന്മിത്വം അവസാനിപ്പിച്ച ബില്ലാണത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഇന്നേ വരെ അത്തരത്തിലുള്ള സമഗ്രമായ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല. ജന്മിത്വത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ കഴിവ് കരുത്ത് അസ്തമിച്ചു. ഒരു വർഗമില്ലാതായി. ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ആ വർഗം നിലനിൽക്കുമ്പോൾ ഒരു വർഗം കേരളത്തിൽ ഇല്ലാതായിട്ട് 1970 ശേഷം ഇങ്ങോട്ടില്ല. ജന്മി വർഗത്തെ ഈ കേരളത്തിൽ ഇല്ലാതാക്കി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവ് AKG തന്നെയാണ്. കാർഷിക ഭൂപരിഷ്കരണ നിയമം നിയമപരമായിട്ട് നടപ്പിലാക്കി, അല്ലെങ്കിൽ പാസ്സാക്കി. പക്ഷെ നടപ്പിലാകുന്നില്ല. ആ ഗവൺമെൻറ് പോയി, EMSൻ്റെ ഗവൺമെൻറ് പോയി, പുതിയ ഒരു ഗവൺമെൻറ് വന്നു. കാർഷിക ഭൂപരിഷ്കരണ നിയമമെന്ന ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് 1969 ഒക്ടോബർ 14 കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ നവംബർ ഡിസംബർ 14 ഡിസംബർ 14 ആലപ്പുഴയിൽ കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഒരു വലിയ സമ്മേളനം, ഒരു മഹാസമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ സുന്ദരയ്യുണ്ട്, അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി. സുന്ദരയ്യുണ്ട്, EMS ഉണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, CH കണാരനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അതിൻ്റെ പടയാളിയായിട്ട് AKG ഉണ്ട്. ഇവരെല്ലാം വേദിയിലിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാറ്റിൻ്റെയും മുമ്പിൽ AKG ആയിരിക്കുമല്ലോ, സമരപ്രഖ്യാപനം നടത്താൻ AKG ആണ് ചുമതലപ്പെടുത്തിയത്. ഈ നേതൃനിര AKG പ്രസംഗിച്ചു. AKG പറഞ്ഞു, 1969 ഒക്ടോബർ 14 പാസാക്കിയ കാർഷിക ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും അതൊരു പുതിയ പ്രയോഗമാണ് ലോകത്ത് തന്നെ. നിങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ 1970 ജനുവരി മാസം 1-ാം തീയതി ആ നിയമം നടപ്പിലാക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാഠമാണ്. പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിയമനിർമ്മാണം നടത്തുക. ആ നിയമനിർമ്മാണം നടത്തുന്നതിന് ഇടയായ സാഹചര്യമെല്ലാം വളരെ ശരി. പക്ഷേ ആ നിയമം നടപ്പിലാക്കുന്നില്ല. അതാണ് വലതുപക്ഷത്തിൻ്റെ സമീപനം. ആ നിയമം നടപ്പിലാക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ? അയ്യോ, നിയമം ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പാസാക്കി വെച്ചിരുന്നു, നടക്കുന്നില്ല എന്ന നിലയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, പാർലമെൻ്ററി പ്രവർത്തനം നിയമനിർമ്മാണം, പാർലമെൻ്റേതര പ്രവർത്തനം നിയമം നടപ്പിലാക്കാൻ. ഇത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. ആ പ്രഖ്യാപനമാണ് AKG നടത്തിയത്. നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 ജനുവരി മാസം 1 അന്ന് ഈ നിയമം നടപ്പിലായതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന്. ഇത് ഡിസംബർ 14. ഏതാനും ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ജനുവരി 1-ന്. ആ ജനുവരി 1-ാം തീയതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കമ്മ്യൂണിസ്റ്റുകാർ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ, അതിൻ്റെ പ്രസ്ഥാനമാകെ പുലരുന്നതിന് മുമ്പ് എല്ലാ കുടികടപ്പുകളിലും എത്തി, ഈ പെരളശ്ശേരി ഉൾപ്പെടെ.
എല്ലാ വീടുകളിലും പാവപ്പെട്ട കുടിയാന്മാർ താമസിക്കുന്ന വീടുകൾ മുഴുവൻ വളച്ചു കെട്ടി 10 സെന്റ് ഉഭയങ്ങളെടുത്തു. കൃഷിക്കാരൻ്റെ ഭൂമിയെല്ലാം സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു. 18 ധീരരായ പോരാളികൾ രക്തസാക്ഷികളായി ആ സമരത്തിൽ. ഈ ആധുനിക കേരളം വെറുതെ രൂപപ്പെട്ടു വന്നതല്ല. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് മനുഷ്യന്റെ ജീവത്യാഗം. ഈ ഒറ്റ സമരത്തിൽ 18 സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിക്കേണ്ടി വന്നു. അതിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് കുതിച്ചത്. 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി. എങ്ങനെ കേരളം മൗലികമായി മാറി? ഭൂബന്ധത്തിലുള്ള മാറ്റം. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ കിട്ടി. 5 സെന്റ് മാത്രമൊന്നുമല്ല, 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ കിട്ടി ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 36 ലക്ഷം ഭൂരിപക്ഷം കുടുംബങ്ങൾക്ക്. ഈ മൗലികമായ മാറ്റത്തിലൂടെയാണ് കേരളം ആധുനിക കേരളത്തിലേക്ക് കുതിച്ചത്. വെറുതെ ഉണ്ടായ സംഭവമല്ല. ഇങ്ങനെ നിരവധിയായ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്റേതര പ്രവർത്തനവും ജനകീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തനം, അത് നമുക്ക് അന്നേ പാഠമായിട്ടുണ്ട്. ആ രീതിയിലാണ് കേരളം മുന്നോട്ടേക്ക് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയുന്നത് പോലെ എല്ലാവർക്കും വീട്, ലൈഫ് പദ്ധതി, ആർദ്രം പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിന് ബദൽ, എല്ലാ തരത്തിലും ഈ കേരളം മുന്നേറുകയാണ്. ഈ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച ഏറ്റവും പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് സഖാവ് EMS-ഉം AKG. അവരുടെ ജീവിതത്തെ സ്മരിക്കുക ഒരു ദിവസം പറഞ്ഞാൽ തീരാതെ അത്രയും സംഭവ പരമ്പരയുടെ ഉടമകളാണ് EMS ആയാലും AKG ആയാലും. ഒരു പൊതുയോഗ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ജീവിതം പറയാൻ പുറപ്പെട്ടാൽ പറഞ്ഞവസാനിപ്പിക്കാനാവുന്നതല്ല. തൊട്ടു പോവാനേ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ള സെക്ടേറിയൻ നയമുണ്ടായിരുന്നു ഈ കേരളത്തിലെയും ഇന്ത്യയിലെ പാർട്ടിക്ക്. നക്സൽ ബാരി 1967 ആരംഭിച്ച, ലോകത്ത് തന്നെ ഒരു യുവജന മുന്നേറ്റമുണ്ടായ കാലം. അന്നാണ്, ആ കാലഘട്ടത്തിലാണ് സഖാവ് AKG പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. അതുവരെ CH കണാരനായിരുന്നു. നക്സലൈറ്റ് മൂവ്മെൻറ്റുകാർക്ക് സാധാരണ രീതിയിൽ സഖാവ് AKG എല്ലാറ്റിൻ്റെയും മുമ്പിൽ ആവേശകാരനാണ് എന്നുള്ളതുകൊണ്ട് അവരെ AKG അങ്ങോട്ട് അത്രത്തോളം എതിർക്കാൻ, മറ്റുള്ളവരെ പോലെ എതിർക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. AKG കുഴപ്പമില്ലെന്നാണ്. CH മോശം. CH കടുകിട വിടുന്ന രീതിയല്ല സംഘടനാ രംഗത്ത്. ഈ കേരളം കണ്ട സംഘാടകരിൽ, അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കൃത്യതയിൽ CH കണാരനെ വെല്ലാൻ ഇന്നേ വരെ ഒരാളും ഉണ്ടായിട്ടില്ല. EMS-നെയും AKG എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വ്യതിയാനങ്ങളുണ്ടായിരുന്നു. വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന റിവിഷനിസ്റ്റ് സമീപനവുമായിട്ട് വിപ്ലവ പ്രസ്ഥാനം ശരിയായ ദിശയിൽ മുന്നോട്ടേക്ക് പോയി. അത് 1964 കഴിഞ്ഞ് 67 ആകുമ്പോഴേക്ക് നക്സൽ വന്നു. തീവ്ര വിപ്ലവം, തോക്കിൻകുഴലിലൂടെ വിപ്ലവം. ആ സന്ദർഭത്തിലാണ് KSYF രൂപീകരിക്കുന്നത്. AKG തന്നെയാണ് അതിന് മുൻകൈയെടുക്കുന്നത്. പക്ഷേ കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു വലിയ വിഭാഗം ഇറങ്ങിപ്പോയി. KC നന്ദനും അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, അവരെല്ലാം ഇപ്പോൾ മരിച്ചുപോയി. 2 ആളും മരിച്ചു. അവരെല്ലാം നടത്തിയിട്ടുള്ള തീവ്രമായ നിലപാടുകളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തും അത്തരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സഖാവ് CH കണാരൻ തന്നെ മുൻകൈയെടുത്ത് സഖാവ് AKGയെ സംസ്ഥാന സെക്രട്ടറിയാക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒന്നായിരുന്നു സഖാവ് AKG കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആകുക എന്നുള്ളത്. CH കണാരൻ പറഞ്ഞു, ഞങ്ങളുണ്ട് പൂർണ്ണമായിട്ട് പിന്തുണ, പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ സഖാവ് AKG സെക്രട്ടറിയാകും. അങ്ങനെ സഖാവ് AKG സെക്രട്ടറിയായി. കുറച്ച് കഴിഞ്ഞപ്പോഴും സഖാവ് CH കണാരൻ തന്നെ വീണ്ടും സെക്രട്ടറിയായി.
പാർട്ടിക്കകത്ത് വന്നു ചേരുന്ന ഇത്തരം പ്രവണതകളെ എങ്ങനെ ഫലപ്രദമായിട്ട് അഭിമുഖീകരിക്കാമെന്ന സഖാവ് CH കണാരൻ്റെ കണക്കുകൂട്ടലിലാണ് നമ്മളിത് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ സംഘടന, അതിൻ്റെ ശാസ്ത്രം കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരി സഖാവ് CH കണാരനാണ്. ഇങ്ങനെ പാർട്ടിക്കകത്ത് വന്ന വ്യതിയാനങ്ങളിൽ ഫലപ്രദമായി വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിരുന്നു, തീവ്ര ഇടതുപക്ഷ വ്യതിയാനം ഉണ്ടായിരുന്നു, പാർലമെൻ്ററി വ്യതിയാനങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി വർഗ പ്രസ്ഥാനവും EMSഉം AKG എല്ലാം മുന്നേറിയത്. ഇങ്ങനെ രൂപപ്പെട്ട ഒരു കേരളം, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം, ആ കേരളത്തെ ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാനാവുക എന്ന ഗവേഷണമാണ് ഇപ്പോഴും. അതാണ് സഖാവ് പിണറായി പറഞ്ഞത്, 400 വർഷക്കാലമായി ലോകത്ത് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വികസനം നേടിയ നാട്, അതിനെയാണ് വികസിത രാജ്യം എന്ന് പറയുക, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. അങ്ങനെ വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് 10-50 വർഷക്കാലം മാത്രമായ കേരളത്തിലെ ഈ വളർച്ചയുടെ പാതയിലൂടെ മുന്നോട്ടേക്ക് വന്ന കേരളീയ ജനതയെ 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ നാടിൻ്റെ ജീവിതത്തോടൊപ്പം നമുക്ക് എത്തിക്കാനാവണം നവകേരളം. അതാണ് സാധാരണ രീതിയിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു നവകേരളം മാത്രമല്ല, സഖാവ് പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇതിലേക്കെത്തണം, നമുക്കെത്താം. ഈ കേരളത്തിന് മാത്രമേ എത്താൻ സാധിക്കൂ. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ കേരളത്തിൽ മൗലികമായിട്ട് മനുഷ്യനാവശ്യമുള്ള മിക്കവാറും കാര്യങ്ങൾ ആയി വരികയാണ്. എല്ലാവർക്കും വീട് ഈ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഏതാണ്ട് പൂർത്തിയാവും. ഈ ലോകത്ത് മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ വീട് നൽകുന്ന ഒരേ ഒരു കേന്ദ്രം ഈ കേരളമായിരിക്കും എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പോവുകയാണ്. 2, അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം, 0.5%. 0.5 ഒന്നില്ല, അതിൻ്റെ പകുതി. 40%, 42% പട്ടിണി കിടക്കുന്ന നാടുള്ള ഇന്ത്യയിലാണ് 0.5. അതത്ര എന്ന് കണ്ടെത്താൻ വേണ്ടി സെൻസസ് നടത്തിയപ്പോൾ 64,006. അതിൽ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയാവുമ്പോഴേക്ക് 30,000 കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടി. ഈ വരുന്ന ഒരു വർഷം 1.5 വർഷം കൊണ്ട് അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവുകയാണ്. അതാണ് കേരളം. ഇപ്പോൾ നമുക്ക് ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് പോലും വിസ്മയമായ വളരെ ഫലപ്രദമായ ആർദ്രം പദ്ധതി ജനകീയമായ രീതിയിൽ കൈകാര്യം ചെയ്തതിൻ്റെ ഉറപ്പ്, ഇങ്ങനെയെല്ലാം ചേർന്നു നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ. നമുക്ക് കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം. 2 കൊല്ലം കൊണ്ട് പൂർത്തിയാവുമെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല, പക്ഷെ പരിഹരിക്കാം. ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള നാടേതാണ് ലോകത്ത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം കേരളം. അതാ ഞാൻ പറഞ്ഞത്, ബൈജിങ്ങുമല്ല കാലിഫോർണിയയുമല്ല ഈ കേരളം. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരെ ഒരേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം. 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള വെബ്സൈറ്റിലെ കൃത്യമായ പോർട്ടൽ വിവരം നമ്മുടെ കയ്യിലുണ്ട്. ഡിമാൻഡ് ഉണ്ട് എന്നർത്ഥം. അവിടെ MA കാരനും MSc കാരനെയും BA കാരനെയും BCom കാരനെയും വേണ്ട. അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളവർക്ക് സ്കില്ല് നൽകണം, തൊഴിൽ നൈപുണ്യം നേടണം. അപ്പോൾ കേരളത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയായി. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ MA കാരെയും MSc കാരെയും BA കാരെയും BSc കാരെയും ഉൾപ്പെടെ
ഈ രാജ്യത്തിനാവശ്യമുള്ള 10 ലക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിമാൻഡുള്ള തൊഴിൽ, ആദ്യം ആ 10 ലക്ഷം എടുക്കുക. ആ 10 ലക്ഷത്തിൽ അവർക്ക് പരിശീലനം നൽകണം, കാറ്റഗറികൾ തിരിക്കണം. ചിലപ്പോൾ 1 മാസം, 2 മാസം, 3 മാസം, 6 മാസം, 10 മാസം, 12 മാസം, അത്രയേ വേണ്ടൂ. ജോലിക്ക് സാധ്യതയുണ്ട് എന്നല്ല, ജോലിയുണ്ട്. 1 മാസത്തെ കോഴ്സ് ആള് വരും. സാധാരണ രീതിയിൽ തൊഴിലില്ലാത്തവരെല്ലാം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട, വരില്ല. 53 ലക്ഷം ആളുകളുണ്ട്, 59 വയസ്സ് വരെയുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ. അതിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ 17 ലക്ഷം മാത്രമാണ്. 29 ലക്ഷം വേണം രജിസ്ട്രേഷൻ, വരുന്നില്ല. അപ്പോൾ തൊഴിലില്ലാത്തവരെല്ലാം തൊഴിലിന് വേണ്ടി ഇങ്ങോട്ട് അരഞ്ഞു തിരിയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാനെൻ്റെ അനുഭവത്തിനെ വിളിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലില്ലാത്ത ഒരു 10-17 ലക്ഷം ഇപ്പം നമ്മുടെ മുമ്പിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് വേർതിരിക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പോർട്ടലിൽ ജോലിയുള്ള ആളുകൾ, ജോലി വേണമെന്നുള്ള ഡിമാൻഡുള്ള ആളുകൾക്ക് ഇവരെ പരിശീലിപ്പിക്കാൻ, പ്രത്യേക രീതിയിൽ പരിശീലിപ്പിക്കണം. അസാപ്പിൻ്റെയും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും പോളിടെക്നിക്കിൻ്റെയും IT-യുടെയും ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ നടത്താൻ സാധിക്കുന്ന തൊഴിൽ പരിശീലനത്തിൻ്റെയും ഭാഗമായി ഈ 17 ലക്ഷത്തെയും പരിശീലിപ്പിക്കണം. അവർക്കെല്ലാം ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നൽകണം, പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ പലപ്പോഴും തോറ്റുപോകുന്നത് ഇൻ്റർവ്യൂവിലാണ്. ഇങ്ങനെ കൃത്യതയോടുകൂടി കേഡറ്റ് സ്കൂൾ ഉൾപ്പെടെ പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം വരും. ഇതെല്ലാം പരസ്പര പൂരകമായിട്ട് നിൽക്കുന്നതാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേരള സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ പണം മുഴുവൻ നാട്ടിലൊഴുകും. നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചരക്കുകൾ ഈ നാട് തന്നെ സ്വന്തം വാങ്ങും. ആവേശകരമായിട്ടുള്ള ഒരു സമ്പത്ത് വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടു വരും. ആളോഹരി വരുമാനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. അത് മാറും, ഇപ്പം തന്നെ മാറി. 1,40,000 സ്വയം സംരംഭകരെ നമ്മൾ കണ്ടെത്തി. അതിൽ 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം വന്നു. 10-14,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഇനിയും വരും, ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സാധ്യതയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. സർവതല സ്പർശിയായ മേഖലയിൽ ഈ കേരളം വളരും. അപ്പോഴാണ് UDF തീരുമാനിക്കുന്നത് ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടന്നുകൂടാ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ലോകത്ത് ഒരു രാജ്യവും പ്രതിപക്ഷം, ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ അപ്പുറം നിഷേധാത്മകമായ ഒരു പ്രതിപക്ഷം കേരളത്തിലാണ് ഉള്ളത്. ഒന്നും അനുവദിക്കില്ല എന്നാണ്. ഒരു പുതിയ സംവിധാനത്തെയും കേരളം തുടരാൻ അനുവദിക്കില്ല. അത് കേരളയിലായാലും KDESC ആയാലും K-Smart ആയാലും ഒന്നും പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് അതിനെതിരായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രശ്നം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ തിരിച്ചുവരവിന്റെ അടിസ്ഥാനം. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും അവർ രണ്ടാളും പരസ്പരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIM ആണ് ഞങ്ങളുടെ ആദ്യത്തെ ശത്രു കോൺഗ്രസ്, CPM ആണ് ഞങ്ങളുടെ ആദ്യത്തെ ശത്രു BJP. BJPക്കും കോൺഗ്രസിനും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPIM. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അന്തർധാര രൂപം കൊള്ളുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആവുന്നത്. സാമ്പത്തിക നിലപാടിൻ്റെ ഭാഗമായിട്ടോ വർഗീയതയോടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടോ ഇവർക്ക് അതിർവരമ്പുകളില്ല, വ്യത്യാസമില്ല, ഒരു രേഖ പോലുമില്ല, ഒരു വര പോലുമില്ല. ഇന്നത്തെ കോൺഗ്രസിന് നാളെ BJP ആവാൻ ഒരു തടസ്സമില്ല. വർഗപരമായ ഉള്ളടക്കത്തിൽ പ്രത്യേകതയില്ല. പണ്ടെല്ലാം ദക്ഷിണേന്ത്യ, പൊതുവെ കേരളമെല്ലാം ഒഴിവായിരുന്നു. ഉത്തരേന്ത്യയിൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണത്. 200-ഓളം കോൺഗ്രസ് MLA-മാർ ഇപ്പോഴും BJPയിലേക്ക് ചേക്കേറി. 100 പാർലമെന്റ് അംഗങ്ങൾ ഇപ്പോഴും BJPയിൽ ചേർന്നു. 13 മുഖ്യമന്ത്രിമാർ BJPയിൽ ചേർന്നു.
ആക്ടിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രസിഡന്റുമാർ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ആയിരങ്ങളാണ് ചേർന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഇതേവരെ അത്ര ഒഴുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ തുടങ്ങി. എ കെ ആന്റണി എന്ന് പറയുന്ന ഈ കേരളം ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മകൻ, അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ യാതൊരു പ്രയാസമില്ല. കരുണാകരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മകനും മകളുമാണ് ഉള്ളത്. മകള് പത്മജ പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്ക് പോയി. സുധാകരൻ നമ്മുടെ സ്ഥാനാർത്ഥി എപ്പോഴാണ് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് പോകുന്നത് എന്ന് മാത്രമേ ആലോചിക്കണ്ടൂ. അദ്ദേഹമാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്ത ആളാണ്. താനി തോന്നിയാസം അങ്ങനെയൊരു സംഭവം ഈ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഞാൻ ആർ എസ് എസിൻ്റെ ശാഖ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സുധാകരൻ്റെ ഒപ്പം ജവഹർലാൽ നെഹ്റുവിനെയും കൂട്ടിയത്. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സ്വത്താണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും വളരെയേറെ ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ സമര പോരാളി എന്നുള്ളതിനൊപ്പം ജയിലിൽ കിടന്നെഴുതിയ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഏറ്റവും ബൃഹത്തായ വലിയ പുസ്തകമാണ് രണ്ടും. ഒന്ന് വിശ്വചരിത്രാവലോകനം, 2 ഇന്ത്യയെ കണ്ടെത്തൽ. അതിനുശേഷം ഞങ്ങൾ പൊതുവേ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഭൗതികവാദിയായിരുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഭൗതികവാദിയായിരുന്നു. ബൂർഷ്വാസി പൊതുവേ ലോകത്ത് ഭൗതികവാദിയാണ്, അല്ലെങ്കിൽ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യില്ല. ആശയവാദികളാണെങ്കിൽ ശാസ്ത്രത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഭൗതികവാദികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചു. ഞങ്ങളെല്ലാം സൂചിപ്പിച്ചു. അതെന്താ? വിശ്വചരിത്രാവലോകനം അതുപോലെ തന്നെ ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ചരിത്രപരമായ ഭൗതികവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നെഹ്റു എന്നും പറഞ്ഞു. ഈ ചരിത്രപരമായ ഭൗതികവാദം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ്. മാർസിയൻ ദർശനത്തെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ കിട്ടുന്നതെന്തോ അതാണ് ചരിത്രപരമായ ഭൗതികവാദം. ആ ചരിത്രപരമായ ഭൗതികവാദത്തെ പിൻപറ്റി എഴുതപ്പെട്ട ലോകത്തിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് ലോകത്ത്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ അടിമുടി പുതുക്കിയിരിക്കുന്നു മാർക്സത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ ഭൗതികവാദം. ആ രീതിയിൽ ചരിത്രത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ട ഒരവസ്ഥ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാനാവും എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോഴും സുധാകരൻ ദേഷ്യം പിടിച്ചിട്ട് എനിക്കെപ്പോൾ വേണമെങ്കിലും ആർ എസ് എസിൽ പോകാം എന്ന് അന്ന് പറഞ്ഞാണ്. ഇനിയിപ്പോഴെപ്പാ പോകുന്നത് എന്ന് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 3-4 പേരെങ്കിലും യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് പോയി അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖർ 4 ആളുണ്ട് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി, എൻ ഡി എക്ക് വേണ്ടി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർ മൃദു ഹിന്ദുത്വ നിലപാടും ചേർത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടും എം പിമാരും കോൺഗ്രസും സ്വീകരിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് 57,000 കോടി ഉറുപ്പിക നമുക്ക് തരേണ്ടത് തന്നിട്ടില്ല ഇക്കൊല്ലം. 7,000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ചെലവഴിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗഡുവും തന്നിട്ടില്ല, ഉച്ചക്കഞ്ഞി ഉൾപ്പെടെ. ഇതൊന്നും തരാതെയും ട്രഷറി പൂട്ടാതെ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ കഴിവാണ്. പരമാവധി ടാക്സ് പിരിക്കാനുള്ളതെല്ലാം പിരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം 28% കൂടുതൽ പിരിച്ചു. ഈ മാർച്ച് മാസമാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പിരിക്കും. കടം വാങ്ങിയിട്ടായാലും പാവപ്പെട്ട മനുഷ്യർക്ക് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്, 1,600 രൂപ. അതിപ്പോൾ 3 ഗഡു കൊടുക്കുകയാണ്, ഇനിയും കൊടുക്കാനുണ്ട്. ഇനി ഏപ്രിൽ മാസം മുതൽ തുടർച്ചയായിട്ട് കൃത്യതയോടുകൂടി കൊടുക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു.
അത് കൊടുക്കും. നമ്മുടെ സഖാക്കൾക്കറിയാം, നമ്മുടെ ജനങ്ങൾക്കറിയാം, ഗവൺമെൻറ് കയ്യിൽ പണം ഉണ്ടെങ്കിൽ കിട്ടും. ഇല്ല, പണം കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് തരുന്നില്ല എന്നല്ല അർത്ഥം, ഇവർക്ക് കൊടുക്കേണ്ട പണമാണ്. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, അതുപോലെ തന്നെ പെൻഷൻകാർക്ക് കൊടുക്കാൻ DA കൊടുക്കാനാവുന്നില്ല, പണം തരുന്നില്ല. കുടുംബിനികൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞാണ് പ്രകടനപത്രികയിൽ, കൊടുക്കാനാവുന്നില്ല. ഈ 1600 രൂപ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞാണ്, കൊടുക്കാനാവുന്നില്ല. എന്തേ കൊടുക്കാനാവാത്തത്? കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ ഈ പ്രതിപക്ഷം, ഈ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തകരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം പട്ടിണി കിടക്കട്ടെ എന്ന പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വികസന പ്രവർത്തനവും പറ്റില്ല. ഈ നാടിന് കിട്ടേണ്ടുന്ന ഒരു കൃത്യതയോടുകൂടിയുള്ള നമ്മുടെ അവകാശം, ഇവരെ ആരും ഓശായൊന്നുമല്ല, അവകാശം, ആ അവകാശം തരുന്നില്ല എന്ന് പറയാൻ കൂട്ടായിട്ട് കോൺഗ്രസ് ഇല്ല, ഇവിടെയുള്ള പ്രതിപക്ഷമില്ല. അപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനാവും. അത് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ നവകേരള സദസ്സ് നടത്തിയത്. വെറുതെ നടത്തിയതല്ല. ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം ഗവൺമെൻറ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്നു അത് പറഞ്ഞു. 140 സദസ്സുകൾ നടത്തി. ലക്ഷക്കണക്കിന് ആളുകളോട് ഞങ്ങളത് പറഞ്ഞു. ജനങ്ങൾക്കത് ബോധ്യമായി. അതിനുശേഷമാണ് ഫെബ്രുവരി 8-ന് ഇപ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA-മാരും MP-മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിൽ പരിപാടി. ആദ്യാവസാനം പങ്കെടുത്ത ഡൽഹി മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ഇപ്പോൾ ജയിലിലാണ്. കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ വരുന്നതുവരെ കസ്റ്റഡിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. കോടതി വിധി പറഞ്ഞിട്ടില്ല. വിധി ഉറപ്പാണ്, അതിനൊരു സംശയമില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ആരെയും കേസിൽപ്പെടുത്തും. അവരെ കള്ളന്മാരാക്കും, അവരെ രാജ്യദ്രോഹികളാക്കി ജയിലിലടക്കും. ലോകത്തെ ഏത് ഫാസിസ്റ്റുകളും ചെയ്ത രീതി അതാണ്. അതാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാസിസ്റ്റുകൾക്ക് നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുന്നവരെ മൃഗീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയൊക്കെ ഇപ്പം ജയിലിലേക്ക് പോകുന്നത്. കോൺഗ്രസ് ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പേ ഇല്ല. ഏതായാലും ഇപ്രാവശ്യം അത് കെജ്രിവാളിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുമ്പിൽ സജീവമായിട്ടുണ്ട് എന്നാണ് കാണാനാവുക. ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേരെ വരുമ്പോഴും മാത്രം കോൺഗ്രസ് സജീവം, മറ്റാർക്കെങ്കിലും എതിരായിട്ട് വരുമ്പോഴും കോൺഗ്രസ് ഒന്നുമില്ല. ഇത് ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്, അതിൻ്റെ കൈവഴികളാണ്. ഈ കേസ് മാത്രമല്ല, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതാണ് കോടതി, പാർലമെൻറ്റ്, എല്ലാം നോക്കുകുത്തിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ ചില ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസൊക്കെ അതിനോട് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല. അതിന് വഴങ്ങാൻ എക്സിക്യൂട്ടീവിന് അധികാരം വേണം ജഡ്ജിമാരെ തീരുമാനിക്കാൻ എന്നാണ് BJPയുടെ നിലപാട്. എക്സിക്യൂട്ടീവ് തീരുമാനിക്കണം, അമിത്ഷാ തീരുമാനിക്കണമെന്ന് ജഡ്ജി. അപ്പോൾ പിന്നെ നമ്മുടെ ഗവർണറെ പോലുള്ള സീസ വരിക ജഡ്ജിയായിട്ട്. പിന്നെ വ്യതിരിക്തമായ ഒരു വിധിയെപ്പറ്റി നമ്മൾ പറയേണ്ടി വരില്ല. ഞാൻ ഒന്നല്ല പറയുന്നത്, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ RSSൻ്റെ നിയന്ത്രണത്തിലാണ്. ഇലക്ഷൻ കമ്മീഷൻ, CAG, ED, CBI എല്ലാം ഇതിൻ്റെ കയ്യിലാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴികളാണ് തകർന്നുപോയത്. ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള വഴികളാണ് തുറക്കപ്പെട്ടത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന പ്രക്രിയ, അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളം, പിന്നെ തമിഴ്നാട്. എന്തേ കോൺഗ്രസ് മന്ത്രിമാരുള്ള മുഖ്യമന്ത്രിയുള്ള കർണാടകം അനങ്ങുന്നില്ല? എന്തേ തെലുങ്കാന ശ്വാസം കഴിക്കുന്നില്ല? ഹിമാചൽ പ്രദേശിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ അവസാനം വരികയാണ്. അവിടെ കാലുമാറിയിട്ട് 6 എണ്ണം പോയി, രാജ്യസഭാ സീറ്റ് പോയി, BJP ജയിച്ചു.
ഹിന്ദു വർഗീയവാദത്തോടൊപ്പം നിൽക്കുന്ന അവരുടെ സമീപനം അദ്ദേഹം തന്നെ അവിടെ നിങ്ങൾക്കെല്ലാം അറിയാലോ. സുഗു മുഖ്യമന്ത്രി രാമക്ഷേത്രത്തിൽ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും പോവും എന്ന് പ്രഖ്യാപിച്ചു. വർഗീയ അജണ്ടയോടൊപ്പമാണ് അവരെല്ലാം. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കോൺഗ്രസിനാവുന്നില്ല. കോൺഗ്രസ് തീരുമാനിച്ചാലും കോൺഗ്രസ് അണികൾ അതിൻ്റെ ഒപ്പം ഒഴുകുന്നില്ല. നേരെ മറിച്ച് വിപരീതാവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്, കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല പ്രതിപക്ഷം, കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല. ഇതിനെല്ലാം എതിരായിട്ടുള്ള വിധിയെഴുത്താവണം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വിധി. രണ്ട് ചോദ്യമേ ഉള്ളൂ. ഒന്ന്, അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുക. അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ച 77-ലെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിക്കാനാവുന്നത് ഇന്നത്തെ ഇന്ത്യ വേണോ അല്ല ഫാസിസ്റ്റ് ഇന്ത്യ വേണോ എന്നാണ്. ലളിതമായ മുദ്രാവാക്യം, ലളിതമായ വിഭജനം. ഫാസിസ്റ്റ് ഇന്ത്യ വേണ്ട എന്ന് പറയുന്നവർ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കും ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും വോട്ട് ചെയ്യണം. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ ശക്തി സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ഒരു മണ്ഡലമാണ് കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം. കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സഖാവ് MP ജയരാജനെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയിരിക്കുകയാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ എന്തിനാണ് നിർത്തുന്നത്? ബാലകൃഷ്ണ മാഷ് നിർത്തിയിരിക്കുകയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. എന്തിനാണ് ജില്ലാ സെക്രട്ടറിയെ നിർത്തുന്നത്? സഖാവ് V. ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്, MLA-യുമാണ്. എന്തിനാണ് ജോയിയെ നിർത്തുന്നത്? ഒറ്റ ഉത്തരേ ഉള്ളൂ. ആ ഉത്തരം ഇന്ത്യൻ പാർലമെന്റ് ഗൗരവപൂർണമായിട്ടുള്ള സമര പോരാട്ട കേന്ദ്രമാവും. ആ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ പടച്ചട്ടയണിഞ്ഞ് നിൽക്കാനാവുന്ന ഏറ്റവും ശരിയായ കഴിവുള്ള കേഡർമാർ വേണം അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ഞങ്ങൾ ഒരു സെക്രട്ടറിയെയും നോക്കിയിട്ടില്ല, ഒരു മന്ത്രിയെയും നോക്കിയിട്ടില്ല, ഒരു MLA-യും നോക്കിയിട്ടില്ല. ഈ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ തീരുമാനിച്ച ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള കഴിവുള്ള ശേഷിയുള്ള പ്രഗത്ഭമതികളായ ആളുകളാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഈ രാജ്യത്തിൻ്റെ രക്ഷയാണ്, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. അവിടെ ശരിയായ ദിശാബോധത്തോടുകൂടി നമുക്ക് എല്ലാം കാണാനും മനസ്സിലാക്കാനും അതിനടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കാനും ഒക്കെ നമുക്കാവണം. അതിന് സഖാവ് MP ജയരാജൻ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിലില്ലാത്ത വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കാൻ ആവശ്യമായ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രമല്ല, വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ സജീവമായി സഖാവ് AKGയുടെ സ്മരണ ജീവിതാവസാനം വരെ പൊരുതിയ ഈ നാട്ടിൻ്റെ ഈ പിരളശ്ശേരിയുടെ അല്ലെങ്കിൽ ഈ മാവിലായിയുടെ, അങ്ങനെയാണല്ലോ സഖാവ് AKGയെ അറിയുന്നത്, ഈ മാവിലായിയുടെ ഓമനപുത്രനായി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ AKGയുടെ സ്മരണ ഉയർത്തുന്ന ഇന്നേ ഈ ദിവസം സഖാവ് MP ജയരാജനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാം മുഴുവും എന്ന പ്രതിജ്ഞയോടുകൂടി ഈ ദിനത്തിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് സഖാവ് AKGയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.